നമസ്കാരം, വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് നാം ഇന്ത്യക്കാർക്ക് എക്കാലത്തും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു നടപടി തന്നെയാണ്. എന്നാൽ മാധ്യമങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ ഒരു കച്ചവടമാക്കി മാറ്റുകയാണോ? ഗ്രാഫിക്സിലൂടെയും മറ്റ് ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലൂടെയും നാം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്നുണ്ട്. അതിന് അതിവിപുലമായി തന്നെ വളരെയധികം ദൃശ്യ മികവോട് കൂടിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു വശത്ത് അവരുടെ റൈറ്റിംഗ്, അതുപോലെ തന്നെ അവരുടെ കച്ചവടം നടക്കുമ്പോഴും മറുവശത്ത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലൊരു പ്രതിരോധം നടക്കുമ്പോഴാണ് നാം ഒരു പക്ഷേ പ്രധാനമന്ത്രിക്കെതിരെ വരെ സംസാരിച്ച ആൾക്കാരുണ്ടാവാം. ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, എപ്പോഴും ഭരണകക്ഷി, അതായത് കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരൊന്നല്ല. പക്ഷേ എങ്കിൽ കൂടി ഇങ്ങനത്തെ ഒരു നടപടി ഉണ്ടായതിലോടുകൂടി അദ്ദേഹത്തെ, പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്.